ഹായ്, ഇതാണ് നമ്മളെ പച്ചക്കറിത്തോട്ടം. കടലോരത്തെ പച്ചക്കറിത്തോട്ടം. കുറേ എണ്ണത്തിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. കണ്ടാ, ഇതാണ് നമ്മളെ പച്ചക്കറിത്തോട്ടം. നമുക്ക് ഇവിടത്തേക്ക് കടക്കാം. കുറച്ച് കഴുങ്ങുണ്ട്, 10 കഴുങ്ങോളുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് ചതുരപ്പയർ. ഒരുപാട് പയറുണ്ടാവലുണ്ട്. ഇത് എന്നിട്ട് അതെല്ലാം അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അടുത്തത് വന്നതാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് കടയിലൊന്നും ചതുരപ്പയർ വാങ്ങാൻ കിട്ടൂലല്ലോ. നമ്മളിത് പാകമായി പറിച്ച ഉടനെ തന്നെ അന്ന് തന്നെ തോരൻ വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റൂല. ചതുരപ്പയർ നിങ്ങളെ വീട്ടിലുണ്ട് ചതുരപ്പയർ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചീര അത് നിറയുണ്ടേനും. അതിൽ നിന്നിപ്പോൾ തനിയെ പൊടിച്ചത്. അതിൻ്റെ വിത്തെല്ലാം വീണിട്ടുണ്ടാവും. ചെറിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ പൊടിച്ച് വന്നതാണ് ചീര. ഇത് മധുര നാരങ്ങ. നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാ. കയക്കാനൊന്നും തുടങ്ങിയില്ല. കുറേ കൊമ്പെല്ലാം കൊത്തി ചാടിയതാ. കണ്ട, മധുര നാരങ്ങ. പിന്നെ ഇതാ നേന്ത്രവാഴയാണേ. ഇതെല്ലാം ഇതിൻ്റെ അമ്മേൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊലയെല്ലാം കൊത്തി കഴിഞ്ഞതാ. ഇപ്പം അതിൻ്റെ ചെറിയ കന്ന് മാറ്റി കുഴിച്ചിട്ടതാണ്. ഇത് ഒട്ടുമാവ്. 4 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു 3 വർഷമായിട്ടുണ്ടാവും. കണ്ട ഫ്രണ്ട്സ്, ഇതറിയാവോ? ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലി അല്ലെങ്കിൽ സാമ്പാർ മല്ലി എന്ന് പറയും. നിങ്ങളുടെ വീട്ടിൽ ഇതിന് എന്നാ പറയുക? ഒന്ന് കമൻറ്റ് ചെയ്യണേ. സാമ്പാർ മല്ലി നല്ല സ്മെല്ലായിരിക്കും. അടിപൊളിയാണ് സ്മെല്ല്. സാമ്പാർ വെക്കുമ്പോൾ സാമ്പാറിലിട്ട് അടിപൊളി ടേസ്റ്റാണ്. കണ്ട, നിറയെ ഉണ്ടേനു. ഇതാ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ പൂത്ത് ഇതിൻ്റെ കായ് വേണം നിറയെ ഉണ്ടാവും. കുറേ നമ്മൾ കളഞ്ഞതാ. ഇപ്പോൾ കഴുങ്ങിൻ്റെ എല്ലാം ചോല വന്നുകൊണ്ടാണ് പിന്നെ കൃഷിയെല്ലാം ഒന്ന് കുറഞ്ഞത്. കണ്ടാ, കഴുങ്ങും വാഴയെല്ലാം വന്നേരത്തെ പിന്നെ കടലോരായതുകൊണ്ട് നന്നായിട്ടുണ്ടാവും. ഇതാ തക്കാളി കയക്കണം. നമ്മൾ കടയിൽ നിന്നൊന്നും ആദ്യം തക്കാളി ഒന്നും വാങ്ങിയില്ലേ, നിറയെ ഉണ്ടാവും. ഇതാ ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, 2 മാസത്തോളം നമ്മളിവിടെ ഇല്ലായിരുന്നു. അന്നേരം കൃഷിയെല്ലാം ഒന്ന് പോയ. കുരുമുളക് വള്ളി കയപ്പ. നിറയെ ഉണ്ടാവും. ഒരു വിളവെടുപ്പ് ലേശം കഴിഞ്ഞ് തോരനെല്ലാം വെച്ച് അത് യൂട്യൂബിലിട്ടിന്. കണ്ടാ, ഇപ്പം പൂവുണ്ടാകുന്നുണ്ട്. കയപ്പ കണ്ട, ഇതാ പിന്നെയും കുറേ ഉണ്ടാകുന്നുണ്ട്. ഇതാ നിറയെ ഉണ്ടാകുന്നുണ്ട്. ഇത് സാധാരണ കയപ്പയല്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വേണ്ട അടക്ക.
വളവിട്ട പാടായിരുന്നു നമ്മളിവിടുന്ന് പെട്ടെന്ന് മാറിയത്. ഇനിയിപ്പോൾ കുറച്ച് മഴ പെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ വളമിട്ട് നല്ലോണം നനവ് കിട്ടണം. ഇപ്പം മഴ ഇനിയിപ്പോൾ നമ്മൾ വളമിടും, നിറയെ ഉണ്ടാവും. കണ്ടോ കഴുങ്ങ് അതിൽ വള്ളി. ഇതാ വാഴ, ഇത് കൊലക്കാനായ വാഴയാണ്, വലിയ കൊലയായിരിക്കും. നേന്ത്രവാഴയാണേ, നേന്ത്രവാഴ. എന്താ പപ്പായ തൈ, വലിയൊരു പപ്പായ തൈ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മഴയത്തെല്ലാം പോയി. ഇനിയിപ്പോൾ വണം വെക്കണം. ഇതെൻ്റെ പച്ചമുളക്, ഇതാ പൂവിട്ടിട്ടെല്ലാം വരുന്നേ ഉള്ളൂ, കയക്കുന്നു. അതിൻ്റെ ഒപ്പരമുള്ള ഇതാ പച്ചമുളക് ഞാൻ പറിച്ചു. ചമ്മന്തിയെല്ലാം ഉണ്ടാക്കും, കുറേ പറിച്ച്. ഇനി ഉണ്ടാവണം. ഇത് ചെറിയ തയ്യ, ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടേനു. കണ്ട ഇതാ പച്ചമുളക്, ഇതാ നിറയെ ഉണ്ടാവും. കണ്ട പച്ചമുളക്. പിന്നെ വാഴ, നേന്ത്രവാഴ തൈയാണേ. ഇതറിയാവോ? ഇത് തവരാന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്നാ പറയുക? കുറേ ഉണ്ടായാൽ നമുക്ക് തോരനാക്കാം. ഇത് വെള്ളരി തൈ, കുറേ വെള്ളരി ഉണ്ടാവലുണ്ട്. നമ്മൾ കടയിലെല്ലാം കൊടുക്കലുണ്ടേനു. നിറയെ വെള്ളമുളകില്ലേ, അതുണ്ടേനു. അതെല്ലാം കടയിൽ കൊടുക്കലുണ്ട്. പച്ചമുളക്, നേന്ത്രവാഴ, പേരത്തൈ. ഇനി കുറേ മുളക് വിത്തെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മഴയെല്ലാം ഒന്ന് ഇതായിട്ടാകുമ്പോൾ നമ്മൾ വീണ്ടും നടും. പേരക്ക. എൻ്റെ കറിവേപ്പില തൈക്ക് കണ്ട നല്ല ഇതിൽ പുഷ്ടിയിൽ വന്നതാ. ഇപ്പം എന്തോ ഒരു അസുഖം. ഇത് മാറാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ട എന്തോ ഇലയെല്ലാം ചെറിയ ഇല, ഇപ്പം നല്ല സ്മെല്ലുള്ള കറിവേപ്പില. ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ട ഇതാ കടൽ കണ്ട പച്ചക്കറിത്തോട്ടം നിറയെ. ഇനി എല്ലാവരുടെയും പച്ചക്കറി എല്ലാം നട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.